ഇവിടെ പോവാ? മിഠായി തെരുവിന്ന് മേടിച്ച ബാഗാണല്ലേ? കണ്ണടിയാ? മിഠായി തെരുവിന്ന് എല്ലാം മിഠായി തെരുവിന്നാ മേടിച്ചപ്പ. അപ്പോൾ ഈ കോഴിക്കോട്ടെ പ്രശസ്തമായ പാരകളുള്ളത് ചേട്ടൻ നമ്മളെ വിട്ടിട്ട് പോകുന്നു. 100 രൂപ മേടിച്ചോളൂ കേട്ടോ. 100 രൂപ മേടിച്ചോളൂ. അങ്ങോട്ട് പോയപ്പോൾ 200 രൂപയായിരുന്നു. ഇപ്പം പുള്ളി 100 രൂപ മേടിച്ചോളൂ. അപ്പോൾ മീറ്റർ കാശ് കറക്റ്റ് 100 രൂപ മീറ്റർ കാശ് ആയി. 90 ജില്ലാ. അങ്ങനെ കോഴിക്കോടിൻ്റെ പ്രശസ്തമായ പാരഗൺ. ഞങ്ങൾ നേരെ പാരഗണിലേക്ക് കയറട്ടെ. കാല് കുത്താനുള്ള സ്ഥലമില്ല ഇതിനകത്ത്, അത്രയ്ക്കും തിരക്ക്. അച്ചാറ് നിന്റെ ബിരിയാണി വന്നിട്ടാ. ഒരു യുദ്ധം കഴിഞ്ഞിറങ്ങിയ പോലെയല്ലേ? എന്തൊരു തിരക്കതിനകത്ത്. എങ്ങനെയുണ്ടാ ബീഫ് ബിരിയാണി? അല്ല, ചിക്കൻ ബിരിയാണി അടിപൊളി. മാകറി ഒരു രക്ഷയല്ല, കിടിലൻ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. ആ മീനൊക്കെ നല്ല സോഫ്റ്റ് മീൻ, അത് കിടിലൻ ടേസ്റ്റും. പക്ഷേ 35 രൂപ ഊണിന്. ബാക്കിയുള്ളതിൽ നല്ല റേറ്റ് ഉണ്ട്. മാകരയൊക്കെ 270 രൂപയ്ക്കാണ്. പക്ഷേ സാധനം കൊള്ളാം, അടിപൊളി ടേസ്റ്റ്. ഇനി നമുക്കൊരു സർവത്ത് കുടിക്കാൻ പോയാലോ? നൂറി, സർവത്ത് കുടിക്കാൻ പോവാ. ഇനി നമ്മുടെ അടുത്ത സ്പോട്ടിന് പാരഗണിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ മിൽക്ക് സർവത്ത് കട. 70 വർഷം പഴക്കമുള്ള ഈ മിൽക്ക് സർവത്ത് കട. ഇവിടെ അമ്മാതിരി തിരക്കുണ്ട് കേട്ടോ. കണ്ടേ എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ വീണ്ടും ഓട്ടോ എടുത്തു നേരെ കോഴിക്കോട് ബീച്ചിലേക്ക്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ട്രെയിൻ വന്ന ടൈം ആകുമ്പോഴത്തേക്കും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മളാക്കി ആ ചേട്ടൻ എന്ത് പോകുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 50 രൂപ ഓട്ടോ കാശ്.
പിന്നെ നേരെ നമുക്ക് ആദാമിൻ്റെ ചായക്കടയിലേക്ക് പോവാം. എന്നിട്ട് ഒരു ചായയും കുടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി വീട്ടിൽ പോവാം. വാ. വേണ്ടേ? വീട്ടിൽ പോകണ്ടേ? ഇങ്ങനെ കറങ്ങി കിടന്നാൽ മതിയാ? എന്താ നമ്മുടെ കോഴിക്കോടത്തെ ലാസ്റ്റ് സ്പോട്ട് ആദാമിൻ്റെ ചായക്കട. നമുക്കിവിടെ കയറി ഒരു ചായയും കുടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ചേട്ടാ റെയിൽവേ സ്റ്റേഷൻ കയറിക്കോ. കയറിക്കോ. എത്രയാടാ? 5 വേണോ? 5 തരാമല്ലോ. ഇത് 5 ഇല്ലേ നോക്കി. അപ്പോൾ ഓക്കെ, നന്ദിയുണ്ട്. ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ഓട്ടോയത്. ഞങ്ങൾ ഫുൾ ഓട്ടോയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഓക്കെ. അങ്ങനെ നമ്മളിത് കോഴിക്കോടിന് യാത്രയും പറഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നേരെ ഇനി ഇവിടുന്ന് ട്രെയിൻ പിടിക്കുക. വന്ദേ ഭാരത് 4:30 വരും. 4 മണിയായി. 2.5 മണിക്കൂർ ടൈം കൂടെ ഉള്ളൂ. അതാണ് നമ്മൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. നമ്മുടെ വന്ദേ ഭാരത് ഓൺ ടൈമാണ്. 16:30 എത്തും. നമ്മുടെ കോച്ച് 9 6-ാമത്തേത്. പ്ലാറ്റ്ഫോം 3. ഇവിടെ ലിഫ്റ്റും എസ്കലേറ്ററും ഒന്നുമില്ല. നടന്ന് സ്റ്റെപ്പ് ഫുള്ള് കയറണം. നമ്മുടെ ആലുവയിൽ എസ്കലേറ്റർ ലിഫ്റ്റൊക്കെ ഉണ്ടായി. പ്ലാറ്റ്ഫോം എങ്ങനെയെന്നും പോലെ എഴുതി വെച്ചിട്ടില്ല അങ്ങോട്ട്. ആ കാര്യത്തിൽ ആലുവ അടിപൊളിയാ. ലിഫ്റ്റ് ഉണ്ടായി, എസ്കലേറ്റർ ഉണ്ടായി, നടയും ഉണ്ടായി. ഇതൊന്നുമില്ല, നമ്മൾ ഫുള്ള് കയറണം. യെസ്, അങ്ങോട്ട് പ്ലാറ്റ്ഫോം 2 and 3. വീണ്ടും സ്റ്റെപ്പുകൾ ഇറങ്ങുക. ട്രെയിൻ നമ്പർ 1630 കണ്ണൂരിൽ നിന്നും എറണാകുളം വരെ പോകുന്ന കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ കോഴിക്കോട് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിൽക്കണം. 4:30 നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ വരും. നമ്മൾ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ കയറുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട്. അതുപോലെ കോച്ചും പൊസിഷനും നമ്മൾ കഴിഞ്ഞ ആലുവയിൽ നിന്ന് കയറി പോകുന്ന കഴിഞ്ഞപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരം ഓടിപ്പോയിട്ട് ട്രെയിനിൽ കയറേണ്ടി വന്നു. കാരണം കോച്ചിൽ നിന്ന പൊസിഷൻ മാറിപ്പോയി. നമ്മൾ ഒരുപാട് മാറിയത് നിന്നായിരുന്നു, ബാക്കിൽ പോയി നിന്നായിരുന്നു. പക്ഷേ കോച്ചിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. കോച്ച് നമ്പർ 9 പൊസിഷനിൽ നമ്മൾ വന്ന് കറക്റ്റ് നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ ചോദിച്ച് കറക്റ്റ് 9 തന്നെ. നമ്പർ 9 കോച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് വന്ദേ ഭാരതി കയറിയിട്ട് വന്ദേ ഭാരതിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ഇതുവരെയും വന്ദേ ഭാരതി കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറണം. അപ്പോൾ ട്രെയിൻ എങ്ങനെ ഉണ്ടാക്കും, കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നൊക്കെയാണ് നമ്മൾ പല വീഡിയോയിലും കണ്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് എത്തി. നമ്മുടെ ആദ്യത്തെ വന്ദേ ഭാരത് യാത്ര തുടങ്ങാൻ പോവുകയാണ്. കോച്ച് 9. ഇതിനകത്ത് കോച്ച് നമ്പർ എവിടെ? കോച്ച് നമ്പർ എവിടെ? പോണ സീനെ. വാ 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 വാ. യെസ്, ഓപ്പണായി. നൂറി ചാടി കയറിയേ.
ഫസ്റ്റ് വന്ദേ ഭാരത് യാത്ര. അവിടെയല്ല ഇങ്ങോട്ട് വാ. അപ്പോൾ നമ്മളിത് വന്ദേ ഭാരതിനകത്താണ്. സീറ്റിങ് കാര്യങ്ങളൊക്കെ അടിപൊളി, എല്ലാം സെറ്റപ്പ്. ഇതുപോലെ തന്നെ ട്രേ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ. ഇവിടെ ട്രേ ഇതിനകത്ത് പത്രം ഇരിക്കുന്നുണ്ട്. 2 പത്രം 23-ാം തീയതി ഇന്നത്തെ പത്രം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ വയ്ക്കാനുള്ള ഒരു പോക്കറ്റ് ഉണ്ട്. ഇവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്. വെള്ളം പിടിച്ചോ. അതുപോലെ കാലയോട്ടാനൊക്കെ സ്പേസ്, അത് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളുണ്ട്. നമുക്ക് സ്പേസ് ചവിട്ടാലോ കുഴപ്പമില്ലല്ലോ, അടിപൊളിയാണ്. പിന്നെ സീറ്റ് വരുന്നത് 3+2 ആണ്. നമുക്ക് കിട്ടിയേക്കുന്നത് 2 സീറ്റ്, അപ്പുറം 3 സീറ്റ് വെച്ചിട്ട്. അതുപോലെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ടച്ചാണ്. ജസ്റ്റ് ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും, ടച്ച് ചെയ്താൽ ഓഫാവും. ആ രീതിയിൽ ലൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ വിൻഡോ സീറ്റാണ് എടുത്തേക്കണം. പക്ഷേ വിൻഡോ സീറ്റ് എടുത്താൽ ഇവിടെ ഈ ഒരു പോർഷൻ വന്നതുകൊണ്ട് നമുക്ക് വിൻഡോ കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ള വിൻഡോ ആണെങ്കിൽ ഇതുപോലെ ഒരു ഷെയ്ഡൊക്കെ ഉണ്ട്. വെയിലുണ്ടെങ്കിൽ ഇത് താത്തിയിടാം, അല്ലാ സമയത്ത് അത് പൊക്കി വയ്ക്കാം. ഇവിടെ ഉള്ള സ്നാക്കും കാര്യങ്ങളൊക്കെ പുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബാത്റൂം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെസ്റ്റേൺ സ്റ്റൈല്. മറ്റേ ട്രെയിനുകൾ പോലെയല്ല കേട്ടോ. വെസ്റ്റേൺ ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫ്രഷ് കാര്യങ്ങളൊക്കെ അടിപൊളി കണ്ണാടി, നല്ലൊരു വാഷ് ബേസിൻ സൈസ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റൈൽ ടോയ്ലറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. സ്നാക്സ് ആണ്, ഈവനിങ് ആയതുകൊണ്ട്. ഇതുപോലത്തെ മിച്ചർ പോലത്തെ എന്തൊരു ഐറ്റം, ഒരു മസാല ചായയുടെ ഒരു പാക്കറ്റ്. അതുപോലെ ഇതും മിച്ചർ പോലത്തെ എന്തോരം ഐറ്റമാണ്. പിന്നെ ഒരു കെച്ചപ്പ് ഉണ്ട്. ഇത് വെളിച്ചെണ്ണൂറി ഒരു വട. ഇത്രയും ഐറ്റമാണ് ഇത് വയ്ക്കാത്തേക്ക് വയ്ക്കും. ഇത്രയും ഐറ്റമാണ് നമുക്കിത് ഇതിനകത്ത് കിട്ടിയേക്കുന്നത്. അത് ഈ ഈവനിങ് സ്നാക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. ഉച്ചക്കൊക്കെയാണ്, രാവിലെയൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഉണ്ട്. കെച്ചപ്പ്. ഇനി അവർ ചൂടുവെള്ളം കൊണ്ടുവന്ന് തരും. ചൂടുവെള്ളം കൊണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ മസാല ചായയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് ചായ ആയിട്ട് കുടിക്കാം. എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ തസ്നിക്കും കിട്ടിയിട്ടുണ്ട്. ടച്ചു ഉമ്മിക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കില്ല കേട്ടോ, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കില്ല, ഞങ്ങൾക്ക് 2 പേർക്കാണത്. അപ്പോൾ നമുക്കിത് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പാക്കറ്റ് പൊട്ടിച്ച് ഉണ്ടോ ഇതുപോലെ അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റിന് വന്നേക്കുന്നത് 1429 രൂപ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി എറണാകുളത്തേക്ക്, കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ടിക്കറ്റ്. എക്സിക്യൂട്ടീവ് കോച്ചല്ല, മറ്റേതാണ്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ചാർജ് ചെയ്യാനും ചാർജർ കുത്താനൊക്കെ ആയിട്ട് സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഈ ഓപ്ഷൻ വരുന്നത്. 2 പ്ലഗ് കുത്താനുള്ള ഓപ്ഷനും അതുപോലെ കേബിൾ ചാർജർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ട്. ഇത് പ്രസ് ചെയ്യും, ആ വീട് കൈ മാറ്റി. വേസ്റ്റ് കളയണം, മനസ്സിലായോ? അപ്പോൾ നമ്മളിത് എറണാകുളം സ്റ്റേഷനിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ മെട്രോ സ്റ്റേഷനിൽ പോകണം. അവിടെ നിന്ന് ആലുവയ്ക്ക് പോകണം. ആലുവയിൽ നിന്ന് നമ്മൾ വണ്ടി ഇട്ടോണത്തേക്ക് ഒരു ഓട്ടോ വിളിച്ച് അത് പോകണം. അങ്ങനെ ഞങ്ങളിത് അടുത്ത സ്റ്റേഷൻ നമ്മുടെ എറണാകുളം മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വാട്സാപ്പ് വഴിയാണ് ടിക്കറ്റ് എടുത്തത്. ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ നേരെ വാട്സാപ്പിലൊരു ആ നമ്പറിൽ ഒരു ഹായ് കൊടുത്തിട്ട്
വാട്സാപ്പ് ടിക്കറ്റ് എടുത്തത്. ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ആലുവ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വണ്ടി ഇട്ടേക്കണം. എൻ്റെ റോയലിൻ്റെ വണ്ടി ഇട്ടേക്കണം. അപ്പോൾ നേരെ ഇനി അവിടെ ചെന്ന് വണ്ടി എടുക്കുക, വീട്ടിൽ പോവുക. അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ റോയലിൽ തന്നെ കയറി ഫുഡ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതേ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഗ്യാപ്പുള്ള പോലെ നമുക്ക് എവിടെയെന്ന് വെച്ചാൽ കയറാം. അങ്ങനെ ഞങ്ങളിത് ആലുവ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തെത്തി. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ എടുക്കണം, വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോകണം. ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഓട്ടോ ട്രിപ്പ്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് എത്തി. ട്രിപ്പൊക്കെ കഴിഞ്ഞ് അപ്പോൾ 1-2 കണക്ക് കൂടി പറയാം. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോക്ക് 90 രൂപ ടിക്കറ്റ് ആയിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് ഓട്ടോയ്ക്ക് വന്നതിന് ഒരു 50 രൂപ ആയിട്ടുണ്ട്. ഇത്രയും കണക്കുകൾ ഈ ട്രിപ്പിൽ മൊത്തം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം കൂട്ടിയിട്ടുള്ള കണക്ക് ഞാനിപ്പോൾ കാണിക്കാം. ഫുഡ്, അതുപോലെ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ട്രാവൽ, അങ്ങനെയുള്ള എക്സ്പെൻസൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൂട്ടിയേക്കുന്നത്. കാരണം ഫുഡൊക്കെ ഓരോരുത്തർ കഴിക്കുന്നത് ഓരോ രീതിയായിരിക്കും. അപ്പോൾ പല റേറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു ലൈക്കൊക്കെ തരാൻ ശ്രമിക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ട്രിപ്പിന് കാണാം. ബൈ.